പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിലൂടെ നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം. സങ്കീർത്തനം 25 സങ്കീർത്തനം 14 തിരുവചനം. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്, അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സൗഹൃദം ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്നതാണ്. ദൈവഭയമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെ അനുഗ്രഹമാക്കി അവനും മറ്റുള്ളവർക്കും അനുഗ്രഹമായി മാറുവാനായിട്ട് സഹായിക്കുന്നത്. കാരണം തന്നെ സൃഷ്ടിച്ച, തന്നെ പരിപാലിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം തന്നെ സർവദാ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തിരിച്ചറിവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അവൻ ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവഭയത്തിൽ ജീവിക്കുവാനും തയ്യാറാകും. ദൈവഭയം എന്ന് പറയുന്നത് സ്നേഹിക്കുന്ന ഒരു ദൈവം തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യമാണ് ദൈവഭയത്തിന് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനുഷ്യരെ ഭയപ്പെടുന്നുണ്ട്. കാരണം എന്താണ്? ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഒരു തെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് മടി ആകാൻ കാരണം എന്താണ്? അവൻ ആ വ്യക്തി കാണും, ആ വ്യക്തി അറിയും എന്നുള്ള ചിന്ത. എന്നാൽ അതിനേക്കാൾ സർവ്വവ്യാപിയായ സർവശക്തനായ ദൈവം നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ബോധ്യം ഒരുവൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഒരു ദൈവഭയം രൂപപ്പെടും. എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവം എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഈ ഒരു ബോധ്യം, ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കുകയാണെങ്കിൽ ദൈവഭയത്തിൽ വളർന്ന് നന്മയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 20-20 പറയുകയാണ്, അപ്പോൾ മോശ ജനത്തോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുന്നതിനുമായിട്ടാണ് ദൈവം വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, സന്ദർഭം നമുക്കറിയാം. ദൈവത്തെ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ജനം, ഇസ്രായേൽ ജനം മലയുടെ അടിവാരത്തിൽ വന്ന് ദൈവത്തെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ നിൽക്കുകയാണ്. ദൈവം ശക്തമായ രീതിയിൽ ആ മലയിലേക്ക് കടന്നു വരികയാണ്. ദൈവം വരുമ്പോൾ വലിയ ശബ്ദവും ഇടിമിന്നലുമൊക്കെ ആ മലയിൽ രൂപപ്പെടാനായിട്ട് തുടങ്ങി. ജനം ഭയപ്പെട്ടു അവർ. കാരണം തങ്ങളുടെ മുമ്പിൽ കടന്നു വരുന്ന ദൈവം, സർവശക്തനായ ദൈവം, എല്ലാം കാണുന്ന ഒരു ദൈവമാണെന്ന് തിരിച്ചറിയുമ്പോൾ അവർ പെട്ടെന്ന് ദൈവഭയത്തിന് അടിമപ്പെടുന്നു. അവർ മോശയോട് പറയുകയാണ്, ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ട, ദൈവം മോശയോട് സംസാരിച്ചാൽ മതി, മോശ പറയുന്നത് ഞങ്ങൾ അനുസരിക്കാം. പ്രിയമുള്ളവരെ, ആ മോശ ഈ ഭയപ്പെട്ട് നിന്ന ജനത്തിനോട് മോശ പറയുന്ന ഒരു വാക്കുകളാണ്, നിങ്ങളെ പരീക്ഷിക്കുന്നതിനും പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളിൽ ദൈവഭയം ഉളവാക്കുന്നതിനും വേണ്ടിയാണ് ദൈവം വന്നിരിക്കുന്നത്. പാപം ചെയ്യാതിരിക്കണമെങ്കിൽ ഉള്ളിൽ ദൈവഭയം ഉണ്ടാകണം. ദൈവശക്തനാണ്, സർവശക്തനായ ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ, ആ കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നന്മയുടെ ജീവിതം നയിക്കാനായിട്ട് നമ്മെ സഹായിക്കുന്നത് ദൈവഭയമാണ്. ഞാൻ ഈ പാപം ചെയ്താൽ ആ ദൈവം കാണുന്നുണ്ട്, അതിൻ്റെ പരിണിത ഫലം ഞാൻ അനുഭവിക്കേണ്ടി വരും, ദൈവം എന്നോട് കണക്ക് ചോദിക്കും. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ നിലനിർത്തണം. ദൈവഭയം തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുമെന്നാണ് സുഭാഷിതങ്ങൾ പറയുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-6 ദൈവഭയം തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു. ദൈവഭയം വളർത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കണം. ദൈവമേ, നിന്നിലുള്ള ഒരു ഭയം എനിക്ക് തരണം, നിന്നെ ഭയപ്പെട്ട് നന്മ ചെയ്യുവാൻ, നന്മയിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവഭയം നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കും. മറ്റു ഭയങ്ങളൊന്നും അത് നമ്മളെ കീഴ്പ്പെടുത്തുകയില്ല. എന്നാൽ ദൈവഭയമില്ലാത്ത വ്യക്തി മറ്റു പലതിനെയും ഭയപ്പെടാനായിട്ട് തുടങ്ങും. അവൻ്റെ ജീവിതത്തിൽ വളർച്ച മുരടിക്കും, അസ്വസ്ഥതകൾക്ക് അടിമപ്പെടും, നിരാശയ്ക്ക് അടിമപ്പെടും. എന്നാൽ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിക്ക് ഈ ലോകത്തിലുള്ള ഒന്നും ഭയപ്പെടുകയില്ല, അവന് ഇടിമിന്നൽ ഭയമാവുകയില്ല. കാരണം ഉള്ളിൽ ഒരു ദൈവഭയമുള്ള വ്യക്തിക്ക് ഈ ഇടിയെയും മിന്നലിനെയും അല്ലെങ്കിൽ പ്രകൃതിയിലുണ്ടാകുന്ന ദുരന്തങ്ങളെയൊക്കെ ഒരു ഭയപ്പാടിന് അടിമപ്പെടുത്താനായിട്ട് ദൈവം അവനെ വിട്ടുകൊടുക്കില്ല. കാരണം അവൻ ദൈവഭയത്തിലും ദൈവഭക്തിയിൽ നിൽക്കുന്ന വ്യക്തിയെ ദൈവം നിരന്തരം അനുഗ്രഹിക്കുമെന്ന് പറയുന്നുണ്ട്. അവൻ പോകേണ്ട വഴി പോലും ദൈവം കാണിച്ചു കൊടുക്കുമെന്നാണ് പറയുന്നത്. സങ്കീർത്തനം 25:12 പറയുകയാണ്,
കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. നിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധി നിറയുമ്പോൾ, ഏതാണോ ഒരു തീരുമാനമെടുക്കാനായിട്ട് കഴിയാതെ നിലനിൽക്കുമ്പോഴൊക്കെ നീ ദൈവഭയത്തിൽ നിലനിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നീ തിരഞ്ഞെടുക്കേണ്ട വഴി കാണിച്ചു തരും. പ്രഭാഷകൻ 2:17 പറയുന്നു, കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും, അവിടുത്തെ മുമ്പിൽ വിനീതനായിരിക്കുകയും ചെയ്യും. ദൈവഭയമുള്ള വ്യക്തി എപ്പോഴും ഹൃദയം ഒരുക്കി വെച്ച് ജീവിക്കും. നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് ഒരുക്കമുണ്ടോ? കാരണം ദൈവസന്നിധിയിൽ കടന്നു പോകേണ്ട ജീവിതമാണ്. ആ ഹൃദയത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കണം. ഹൃദയത്തെ ഒരുക്കി ആ ഹൃദയത്തിൽ നിന്ന് നന്മ കൊടുത്തുകൊണ്ട് നമ്മൾ എളിമയുള്ള ഒരു ജീവിതം നയിക്കണമെങ്കിൽ ദൈവഭയം കൂടിയേ കഴിയും. അതുകൊണ്ട് ഓരോ ദിവസം നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ ദൈവഭയത്തിൽ എന്നെ വളർത്തണമേ, ദൈവഭയത്തിൽ എന്നെ നയിക്കണമേ, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ദൈവഭയത്തോടെ ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും നമ്മുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് അനുഗ്രഹവും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 33-ാം സങ്കീർത്തനത്തിൽ 18-19 വാക്യം ഇപ്രകാരമാണ്, ഇതാ തന്നെ ഭയപ്പെടുന്നവരെയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുന്നവരെയും കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു, ക്ഷാമത്തിൽ അവരുടെ ജീവൻ നിലനിർത്തുന്നു. ദൈവത്തെ ഭയപ്പെട്ട് ദൈവവചനത്തോടും കൂദാശകളോടുമൊക്കെ ഭയഭക്തി പുലർത്തി ജീവിക്കുന്ന വ്യക്തി അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിറഞ്ഞുകൊണ്ടിരിക്കും. പലപ്പോഴും ഇന്ന് നമുക്ക് ദൈവഭയമില്ല. ദൈവഭയമില്ലാത്തതിൻ്റെ തെളിവുകളാണ് നമ്മൾ വചനത്തെ ധിക്കരിക്കും. കാരണം ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്ന വചനത്തെ നമ്മൾ അവഹേളിക്കുകയും കളിയാക്കുകയും ആ വചനം പറഞ്ഞ് മറ്റുള്ളവരെ വിഷമിപ്പിക്കുകയും ചെയ്യുമ്പോൾ തിരിച്ചറിയണം, എൻ്റെ ഉള്ളിൽ ദൈവഭയമില്ല. ദൈവഭയമില്ലാത്തത് കൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥം, ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞ വിശുദ്ധ ഗ്രന്ഥത്തെ നമ്മൾ ലാഘവബുദ്ധിയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്നത്, അതല്ലെങ്കിൽ അതിന് ഗൗരവമായ സ്ഥാനം കൊടുക്കാതിരിക്കുന്നത്. ഉള്ളിൽ ദൈവഭയമില്ലാത്ത വ്യക്തിയാണ്. ഉള്ളിൽ ദൈവഭയമുള്ള വ്യക്തി എന്തു ചെയ്യും? ആ ദൈവവചനത്തെ വളരെ ഗൗരവമായി എടുക്കും, അതിന് ആദരവ് കൊടുക്കും, ഭക്തി കൊടുക്കും. ദൈവഭയം ഭക്തിയിൽ വളരാനായിട്ട് സഹായിക്കും. ഒരിടത്ത് ഒരു വീട്ടിൽ ദൈവവചനം വച്ചിരിക്കുന്ന ആ വചനസ്ഥലം, അവിടെ എപ്പോഴും അവർ ഭക്തിയോടെ പ്രാർത്ഥിക്കും. കാരണം അവിടെ ദൈവം സാന്നിധ്യം അവിടെ ഉണ്ട്, ദൈവം നിറഞ്ഞു നിൽക്കുക. ആ വചനത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ അവരറിയാതെ കുമ്പിടും, ഒരു ആദരവോടുകൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ഉള്ളിൽ അവിടെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട്, ആ ഭയം ഉള്ളതുകൊണ്ട് അവർക്ക് അവിടെ ആ വീട്ടിലിരുന്ന് കളിതമാശയും അതുപോലെ തിന്മയുടെ വാക്കുകളും അശുദ്ധി നിറഞ്ഞ സംഭാഷണങ്ങളും അശുദ്ധിയുള്ള പ്രവൃത്തികളും ചെയ്യാനായിട്ട് അവർക്കൊരു ഭയമാണ്. കാരണം അത് ചെയ്യുന്നത് തെറ്റാണ്. കാരണം ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുക. ഇവിടെ ഈ ഭവനത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മളെടുക്കുന്ന നിലപാടുകൾ നമ്മുടെ ജീവിതാന്ത്യത്തിന് കാരണമാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവഭയത്തിൽ വളരാൻ അവർക്ക് ആ വചനം സഹായിക്കുന്നുവെന്ന് പറയുന്ന അനുഭവങ്ങളുണ്ട്. എന്തു ചെയ്യുമ്പോഴും ഈ മക്കളോട് മാതാപിതാക്കൾ പറയും, ദൈവം ഇവിടെ ഈ വീട്ടിലുണ്ട്. വചനം നിറഞ്ഞു നിൽക്കുന്ന ഈ വചനം നിറഞ്ഞിരിക്കുന്ന ഈ സാന്നിധ്യം എവിടെ വയ്ക്കുന്നു അവിടെ ദൈവമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അതുവഴി പോകുമ്പോഴൊക്കെ ദൈവം നിങ്ങളെ നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് പ്രവർത്തിക്കരുതെന്ന് ഈ കുഞ്ഞു മക്കളോട് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ ബോധ്യത്തിൽ വളർന്ന മക്കൾ ദൈവഭയത്തിൽ വളരും. എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും ദൈവവചനം എടുത്ത് വായിക്കും. ദൈവം എന്താണ് ആവശ്യപ്പെടുന്നത്, ദൈവവചനത്തിന് വിരുദ്ധമായത് അവർ ചെയ്യുകയില്ല. പക്ഷേ ദൈവഭയം ഇല്ലാത്ത വ്യക്തി എന്ത് ചെയ്യും? ദൈവത്തെ കളിയാക്കും, ഈ വചനത്തിലൊന്നും കാര്യമില്ല, ഇത് സാധാരണ പുസ്തകത്തിലെ വാക്കുകൾ പോലെയാണ്, അല്ലെങ്കിൽ കൂദാശകളിലൊന്നും ശക്തിയില്ല, ഇത് വെറുതെ കാണാനായിട്ട് കേൾക്കാനായിട്ടുള്ളതാണ്. എങ്ങനെയുള്ള മനോഭാവങ്ങൾക്ക് ആ വ്യക്തി അടിമപ്പെടും. ദൈവഭയമുള്ള വ്യക്തി ഭക്തി ആദരവോടെ ഭയഭക്തിയോടെ കൂദാശകളിൽ പങ്കെടുക്കും. ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ദൈവഭയമുള്ള വ്യക്തി കൈകൾ കൂപ്പി വളരെ ഭവ്യതയോടെ നിൽക്കും. അപ്പോൾ ദൈവഭയമില്ലാത്ത വ്യക്തി എന്തു ചെയ്യും? ദൈവത്തിൻ്റെ മുമ്പിലാണെങ്കിലും കൈയും കെട്ടി അലക്ഷ്യമായിട്ട് നിൽക്കും. നമുക്കറിയാം, നമ്മളെക്കാൾ ശക്തനായ ഒരു വ്യക്തിയുടെ മുമ്പിൽ നമ്മൾ എത്രമാത്രം റെസ്പെക്റ്റോടു കൂടിയാണ് നിൽക്കുന്നത്. നമ്മളെക്കാൾ ആദരവുള്ള ഒരു വ്യക്തിയുടെ മുമ്പിൽ നമ്മൾ എത്രമാത്രം ഭയഭക്തിയോടെ നിൽക്കും. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് കരങ്ങൾ കൂപ്പി നിൽക്കുവാൻ, ആദരവോടെ നിൽക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നത് നമ്മുടെ ഉള്ളിൽ ദൈവഭയം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ട, ദൈവമേ ദൈവഭയം കൊണ്ട് എൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കണമേ, ദൈവഭയം നൽകി എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ എന്ന് ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം
ഈ ദൈവഭയം നിറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും. ദൈവത്തെ കണ്ടുമുട്ടാൻ അത് സഹായിക്കും. ദൈവഭയമുള്ള ജീവിതങ്ങളിൽ ദൈവം പ്രത്യക്ഷപ്പെടും. ദൈവം അവരോട് സംസാരിക്കുന്നത് അവർക്ക് കേൾക്കാനായിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കും. നമ്മൾ കാണുന്നുണ്ട് കൊർന്നേലിയൂസ് അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിൽ വിശുദ്ധമായ ജീവിതം നയിച്ച കൊർന്നേലിയൂസിനെ കുറിച്ച് വചനം പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: അവനും കുടുംബവും ദൈവഭയവും ഭക്തിയുമുള്ളവരായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ദൈവഭയം. കാരണം ഒരു വ്യക്തി ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളിലൊരു ദൈവഭയം, അതൊരു നന്മയാണ്. ദൈവഭയം രൂപപ്പെടും. ദൈവത്തിൻ്റെ മുമ്പിൽ ആണ് താൻ വ്യാപരിക്കുന്നത്, ദൈവത്തിൻ്റെ മുമ്പിലാണ് താൻ സഞ്ചരിക്കുന്നതെന്നുള്ള തിരിച്ചറിവുള്ള വ്യക്തി എപ്പോഴും അവൻ്റെ വാക്കുകൾ പോലും നന്മയുടെ വാക്കായിരിക്കും. പൊള്ളത്തരമായ വാക്കുകൾ പറയില്ല, കാപട്യത്തിൻ്റെ വാക്കുകൾ പറയില്ല. മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന, അവഹേളിക്കുന്ന, നിന്ദിക്കുന്ന വാക്കുകൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടാതിരിക്കണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ ദൈവഭയം ഉണ്ടായിരിക്കണം. സഭാപ്രസംഗൻ്റെ പുസ്തകം 5-ാം അധ്യായം 7 പറയുകയാണ്: സ്വപ്നങ്ങളേറുമ്പോൾ പൊള്ളവാക്കുകളും വർദ്ധിക്കുന്നു, അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തി ഒരിക്കലും പൊള്ളവാക്കുകൾ പറയില്ല. ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, ഇതൊക്കെ കാരണം ദൈവഭയം ഇല്ലാത്ത വ്യക്തിയാണ്. ദൈവഭയമുള്ള വ്യക്തി എന്ത് സംസാരിക്കും? യാക്കോബിന്റെ ലേഖനത്തിൽ 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ ദൈവഭയമുള്ള വ്യക്തി എങ്ങനെ തൻ്റെ ജീവിതത്തിൽ സംസാരിക്കുന്നതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെയെക്കുറിച്ചുള്ള ജീവിതം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്: കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങളോ ഇപ്പോൾ വ്യർത്ഥ ഭാഷണത്തിൽ ആത്മപ്രശംസ ചെയ്യുന്നു. ഇപ്രകാരമുള്ള ആത്മപ്രശംസ തിന്മയാണ്. അപ്പോൾ തിന്മ നിറഞ്ഞ ആത്മപ്രശംസകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് ദൈവഭയം ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവഭയമുള്ള വ്യക്തി തിന്മ നിറഞ്ഞ ആത്മപ്രശംസ ചെയ്യുകയില്ല. അപ്പോൾ നമ്മൾ ആത്മപ്രശംസയിലൂടെ നമ്മളെ തന്നെ ഉയർത്തി കാട്ടുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, എന്നിലെന്തോ ദൈവഭയമില്ല. അപ്പോൾ നമ്മൾ ആ ആത്മപ്രശംസ നമ്മുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം: ദൈവമേ, ദൈവഭയം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, ദൈവഭയത്തിൽ എന്നെ വളർത്തണമേ. ജോബിനെക്കുറിച്ചും ദൈവം പറയുന്നത് കാരണം അവൻ നീതിമാനും ദൈവഭയമുള്ളവനുമെന്നാണ്. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 18 പിശാച് ജോബിനെ പരീക്ഷിക്കുവാനായിട്ട് അവൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ വന്നിട്ട് നിൽക്കുമ്പോൾ ദൈവം പിശാചിനോട് ചോദിക്കുന്നുണ്ട്: അവനെപ്പോലെ സത്യസന്ധനും നിഷ്കളങ്കനും ദൈവത്തെ ഭയപ്പെടുന്നവനും തിന്മയിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവനുമായി ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? ദൈവം ചോദിക്കുക. കാരണം തിന്മയിൽ നിന്ന് അകന്ന് നിൽക്കുവാനായിട്ട് ജോബിനെ സഹായിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിലുള്ള ദൈവഭയമാണ്. അപ്പോൾ ദൈവഭയമാണ് നമ്മളെ തിന്മയിൽ നിന്ന് മാറ്റി നിർത്തുന്നതെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവഭയമുള്ളവരായിട്ട് മാറണം. മറ്റുള്ള ആരെയും ഭയപ്പെടേണ്ട. ശരീരത്തെയും ആത്മാവിനെയും നരകത്തിലേക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ആ ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്. ശരീരത്തെ മാത്രം നശിപ്പിക്കാൻ കഴിയുന്ന ലോകത്തെ നമ്മൾ ഭയപ്പെടേണ്ട. നമുക്കിന്ന് ലോകത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ദൈവഭയത്തിൽ നിന്ന് ദൈവത്തെ നിന്ദിക്കാനായിട്ട് ഒരു വ്യക്തി തരം താഴ്ന്ന പ്രവൃത്തികളിൽ ചെന്ന് വീഴുമെന്ന് നമുക്കറിയാം. കാരണം ലോകത്തെ ഭയപ്പെടുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ദൈവത്തെ ഭയപ്പെടാതെ എല്ലാ തോന്നിവാസങ്ങളും കാണിക്കും. കാരണം അവന് ലോകത്തെ മാത്രം ഭയപ്പെട്ടാൽ മതി. സർവശക്തനായ ദൈവത്തെ ഭയമില്ല. സർവശക്തനായ ദൈവത്തെ ഭയപ്പെടുമ്പോൾ അവൻ ലോകത്തിൽ നന്മയുടെ ജീവിതം നയിക്കും. ലോകത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. തിന്മയാണെങ്കിൽ അത് തിന്മയാണെന്ന് പറയും, നന്മയാണെങ്കിൽ നന്മയ്ക്ക് വേണ്ടി കൂട്ടുനിൽക്കും. അത് ദൈവഭയമുള്ള വ്യക്തിക്കേ പറ്റുകയുള്ളൂ. പ്രഭാഷകൻ 33:1 കർത്താവിനെ ഭയപ്പെടുന്നവൻ അനർത്ഥം സംഭവിക്കുകയില്ല, ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. കാരണം നമ്മൾ ദൈവത്തെ ഭയപ്പെടുക, ലോകത്തെ ഭയപ്പെടേണ്ട. ലോകത്തിലുള്ള അധികാരത്തെയും ലോകത്തിലുള്ള പ്രശ്നങ്ങളെയും ലോകത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെയും നമ്മൾ ഭയപ്പെട്ട് നമ്മൾ ആകുലപ്പെടുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രധാന കാരണം നമുക്ക് ദൈവഭയമില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ദൈവഭയമുള്ള വ്യക്തി ഏത് പ്രശ്നങ്ങളുടെ നടുവിലും ശാന്തമായിട്ട് നിൽക്കും. എന്ത് ദുരന്തങ്ങളുണ്ടായാലും തകർച്ചകൾ വന്നാലും അവൻ ശാന്തതയോടെ സ്വച്ഛതയോടെ, കാരണം ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കും, ദൈവത്തെ ഭയപ്പെട്ട് നിൽക്കും. ദൈവം ഈ തിന്മയിൽ നിന്ന് തന്നെ രക്ഷിക്കും. നിയമാവർത്തന പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ പറയുകയാണ്: അവിടെ നിങ്ങൾ സുഭിക്ഷമായി അപ്പം ഭക്ഷിക്കും, നിങ്ങൾക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. അവിടെയുള്ള കല്ലുകൾ ഇരുമ്പാണ്, മലകളിൽ നിന്ന് ചെമ്പ് കുഴിച്ചെടുക്കും. കാരണം ദൈവഭയമുള്ള വ്യക്തി ഏത് തലങ്ങളിൽ ചെന്നാലും അവന് ആവശ്യമായിട്ടുള്ള കർത്താവ് പ്രൊവൈഡ് ചെയ്യും, കർത്താവ് കൊടുക്കും.
നമ്മൾ ദൈവത്തെ ഭയപ്പെട്ട് നിന്നാൽ മതി. തിന്മകൾ നിറഞ്ഞ ഒരു ലോകത്തിലാണെങ്കിലും ദൈവത്തെ ഭയപ്പെട്ട് നിന്നാൽ ആ തിന്മകളെപ്പോലും ദൈവം നന്മയാക്കി തന്നെ ഭയപ്പെടുന്നവർക്ക് കൊടുക്കുമെന്ന് അനേകരുടെ അനുഭവങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അനേകരുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ഒരു വലിയ യാഥാർത്ഥ്യമാണ്. മിക്ക പ്രവാചകൻ്റെ പുസ്തകം 6-9 കർത്താവിൻ്റെ നാമത്തെ ഭയപ്പെടുകയാണ് യഥാർത്ഥ ജ്ഞാനം. ഗോത്രങ്ങളെ, നഗരസഭകളെ കേൾക്കുവിൻ. ദൈവഭയത്തിലും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് നൽകുന്ന സമാശ്വാസത്തിലും വിശ്വാസികൾ വളരണമെന്നാണ് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ദിനത്തിൽ നമ്മൾ എന്തിനെയാണ് ഭയപ്പെടുന്നത്? സർവശക്തനായ ദൈവത്തെ ഭയപ്പെട്ട് നന്മ ചെയ്ത് ജീവിക്കണമെന്നുള്ള ചിന്തയിലാണോ ഞാൻ ജീവിക്കുന്നത്? അതോ എല്ലാ തിന്മകളും ചെയ്തിട്ട് ഒരു കുഴപ്പവുമില്ല എന്നുള്ള മനോഭാവത്തോടെ ലോകത്തിലെ മനുഷ്യരെ ഭയപ്പെട്ട് മനുഷ്യരെന്ത് വിചാരിക്കുമെന്ന് കരുതി ജീവിക്കുന്ന ജീവിതമാണോ? ശരീരത്തെ മാത്രം ഗൗരവമായി എടുത്ത് ശരീരത്തെക്കുറിച്ചുള്ള ചിന്തകളോടെ ജീവിക്കുന്ന ജീവിതമാണോ? അതോ ആത്മാവിന് വില കൊടുത്തുകൊണ്ട് ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്നും ആ ദൈവം എനിക്ക് തൻ്റെ ആത്മാവിനെ നൽകിയിട്ടുണ്ടെന്നുമുള്ള തിരിച്ചറിവോടുകൂടി ആ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കുവാൻ ദൈവഭയത്തിലുള്ള നിലപാടുകൾ എടുക്കുന്ന വ്യക്തിയാണോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കണം. ബാറൂക്ക് പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-7 ദൈവഭയത്തിൽ വളരാനായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കും, അങ്ങയുടെ നാമം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കും, അതിനായി അങ്ങയെക്കുറിച്ചുള്ള ഭയം ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് നിക്ഷേപിച്ചു. ദൈവമാണ് തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഒരു അനുഗ്രഹം കൂടിയാണ് ദൈവഭയം. ദൈവഭയമില്ലായ്മയാണ് നമ്മൾ ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ വിരുദ്ധമായി നിലപാടുകൾ എടുക്കുന്നത്. ദൈവഭയമുള്ള വ്യക്തി ദൈവിക സംവിധാനങ്ങളെ ആദരിക്കും. ദൈവം നിലനിർത്തിയിരിക്കുന്ന കൂദാശകളെയും അത് പരികർമ്മം ചെയ്യുന്നവരെയും ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്ന വ്യക്തികളെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ശരിയായ ദൈവഭയം വേണം. അതല്ലെങ്കിൽ നമ്മൾ മനുഷ്യരെ ദ്രോഹിക്കും, അവരെ വേദനിപ്പിക്കും, അവരെ തകർക്കും, എന്നിട്ട് നമുക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ള ചിന്തയോടെ മൂഢമായ രീതിയിൽ ജീവിച്ച് തരം താഴ്ന്ന ജീവിതത്തിനൊരു വ്യക്തി അടിമപ്പെടാൻ കാരണം അവൻ്റെ ഉള്ളിൽ ദൈവഭയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ദൈവഭയത്തിനായിട്ട് നമ്മൾ ഓരോ ദിവസവും ദൈവമേ, ആ ഭയത്തിൽ, നിന്നിലുള്ള ഭയത്തിൽ എന്നെ വളർത്തണമേ. മറ്റൊന്നും എന്നെ ഭയപ്പെടുത്താതിരിക്കട്ടെ. ദൈവഭയമുണ്ടെങ്കിൽ മറ്റൊന്നും നമ്മളെ ഭയപ്പെടുത്തുകയില്ല. സങ്കീർത്തനം 86:11 പറയാം, കർത്താവേ, ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിന് അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ. നമ്മൾ ദൈവത്തിലെ ഒരു ദൈവത്തിൽ ഏകാഗ്രത വേണമെങ്കിൽ ദൈവഭയം ഉണ്ടാകണം. അതില്ലെങ്കിൽ എന്താണ്? ദൈവഭയം ഇല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോലും നമുക്ക് ഏകാഗ്രത ഉണ്ടാകില്ല. നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ, വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴൊക്കെ നമ്മുടെ ഹൃദയം ഏകാഗ്രതയോടെ നിലനിർത്താൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണം എന്താണ്? നമുക്ക് ദൈവഭയം ഇല്ല. നമുക്ക് എല്ലാം സിമ്പിളാണ്, കുഴപ്പമൊന്നുമില്ല, ഇതിലൊന്നും കാര്യമില്ല എന്നുള്ള ചിന്ത. കാരണം ദൈവഭയമില്ലാത്ത വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. പള്ളിയിൽ വന്നിട്ട് ഓടും, കളിക്കും, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വാക്കുകൾ സംസാരിക്കും. ഒരു ഇടവകയിൽ ഒരു കുർബാന നടക്കുന്ന സമയം, വിശുദ്ധ കുർബാന നടന്നുകൊണ്ടിരിക്കുക, കർത്താവിൻ്റെ ബലിയർപ്പണമാണ്, അവൻ്റെ കാൽവരി ബലിയുടെ ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ദൈവഭയമുള്ള വ്യക്തി എന്തു ചെയ്യും? അതിൻ്റേതായിട്ടുള്ള ഭക്തിയോടും വിശ്വാസത്തോടും പരികർമ്മം ചെയ്യും. അതില്ലാത്ത വ്യക്തി എന്തു ചെയ്യും? അവിടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, ബഹളം വയ്ക്കും. കുർബാനയുടെ ഇടയിൽ അസ്വസ്ഥതകൾ വരുത്തി വയ്ക്കാൻ തക്ക വിധം കൂട്ടായ്മകളിൽ ഭിന്നത വരുത്തുന്ന വ്യക്തികൾ യഥാർത്ഥത്തിൽ ദൈവഭയമില്ലാത്ത വ്യക്തികളായതുകൊണ്ടാണ്. പിശാചിൻ്റെ ആ അടിമത്തത്തിലായിരിക്കുമ്പോൾ അവന് ദൈവഭയം നഷ്ടപ്പെടും. പിശാച് ഒരുവൻ്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവന് ദൈവഭയം നഷ്ടപ്പെടും. മറ്റുള്ളതെല്ലാം ഭയമായിരിക്കും. ഇരുട്ടിനെ ഭയം, അതുപോലെ തന്നെ ഉയരത്തെ ഭയം, താഴ്ചയെ ഭയം, യാത്ര ചെയ്യുമ്പോൾ ഭയം. വാഹനത്തിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ചിലർക്ക് ഭയങ്കര ഭയമാണ്. ഈ വാഹനം ഇപ്പോൾ എവിടെ ചെന്ന് ഇടിക്കും, ഏതെങ്കിലും റോഡിൽ ചെന്ന് ഈ വാഹനം മറിയുമോ, ഇങ്ങനെയുള്ള ഭയങ്ങൾ. അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് ഇരിക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര ഭയമായിരിക്കും, മുകളിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ തലയിൽ വന്ന് വീഴുമോ. ഇവിടെയൊക്കെ തെറ്റായ ഭയങ്ങൾ നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ദൈവ ഭയത്തിലല്ല ജീവിക്കുന്നത്. ദൈവത്തെ ബഹുമാനിച്ച് മാനിച്ച് ദൈവത്തെ ആദരിച്ച് ദൈവം നൽകിയ ദൈവവചനത്തെ ആദരിച്ച് അതിനെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവഭയം നിറയും, മറ്റുള്ള ഭയങ്ങൾ വിട്ടുപോകും. വിശുദ്ധ കുർബാനയിൽ
ആദ്യം മുതൽ അവസാനം വരെ ഭയഭക്തിയോടെ നിന്ന് മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ചിട്ട് ദൈവത്തെ സ്നേഹിച്ച് ഭയഭക്തിയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവഭയം നിറയും. മറ്റുള്ള ഭയങ്ങൾ നമ്മെ വിട്ടുപോകും. പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ കടന്നു ചെല്ലുമ്പോൾ എവിടെ 2-3 പേർ ഒരുമിച്ച് കൂടുന്നുവോ അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും എന്ന് പറഞ്ഞ ഈശോയുടെ സാന്നിധ്യവും ഈശോയുടെ വാഗ്ദാനവും അതിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ആ കൂട്ടായ്മകളിൽ സ്നേഹത്തോടെ പരസ്പരം ഐക്യത്തോടുകൂടി നമ്മൾ ആ കൂട്ടായ്മകളിൽ നിലനിന്നാൽ ദൈവഭയത്തിൽ വളരാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. അതല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഇടങ്ങളിൽ ക്രിസ്തുവിനെ വിസ്മരിച്ച് അവൻ ആ കൂട്ടായ്മയിലുണ്ടെന്നുള്ള ആ ബോധ്യം നഷ്ടപ്പെടുത്തി ആ വ്യക്തികളെ നമ്മൾ വേദനിപ്പിച്ചാൽ, ആ വ്യക്തികളെ കുറ്റപ്പെടുത്തിയാൽ, അവഹേളിച്ചാൽ നമ്മുടെ ഉള്ളിൽ പിശാചിൻ്റെ ആധിപത്യം വളരുന്നുണ്ടെന്ന് തിരിച്ചറിയണം. നമ്മളറിയുന്നു സാവൂളിൻ്റെ ജീവിതത്തിൽ സാവൂൾ യഥാർത്ഥത്തിൽ സഭയെ പീഡിപ്പിക്കാനായിട്ട് ആദ്യം ഇറങ്ങി പുറപ്പെടുകയാണ്. കാരണം ബുദ്ധിയും യുക്തിയും വെച്ചുകൊണ്ട് തൻ്റേതായിട്ടുള്ള ഒരു ആചാര അനുഷ്ഠാനങ്ങളിൽ ഒതുങ്ങിക്കൂടിയ ഒരു സാവൂൾ. കാരണം താൻ വിശ്വസിക്കുന്നതാണ് ശരി. അതുകൊണ്ട് ദൈവഭയമില്ല, സാവൂളിൻ്റെ ഉള്ളിൽ ദൈവഭയമില്ല. പക്ഷേ അതുകൊണ്ട് എന്ത് പറ്റി? സാവൂൾ കടന്നു ചെല്ലുന്ന എന്താണ്? ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. ക്രിസ്ത്യാനികളെ തേടിപ്പിടിച്ച് ഓരോ ക്രിസ്ത്യാനികളെയും വകവരുത്തുന്ന സാവൂൾ, ദൈവഭയം നഷ്ടപ്പെട്ട സാവൂളിൻ്റെ ഒരു ജീവിതം. എന്നാൽ സാവൂൾ ആ ഡമാസ്കസിൻ്റെ താഴ്വരയിൽ കർത്താവിൻ്റെ സ്വരം കേട്ടു. നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. ഓരോ വിശ്വാസിയിലും ക്രിസ്തു ഉണ്ടെന്ന് സാവൂൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ സാവൂളിൻ്റെ ഉള്ളിൽ ദൈവഭയത്തിന് യോഗ്യമായ നിലപാടെടുക്കാനായിട്ട് സാധിച്ചു. സാവൂൾ പൗലോസായി മാറിക്കഴിയുമ്പോൾ പിന്നെ ഓരോ മനുഷ്യരിലും ക്രിസ്തുവാണെന്നുള്ള ഒരു അവബോധം സാവൂളിന് ലഭിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവഭയത്തിൻ്റെ ഒരു വലിയൊരു അടയാളം കൂടിയാണ് മറ്റുള്ളവരിൽ ക്രിസ്തു ഉണ്ട് എന്നുള്ള തിരിച്ചറിവ്. മറ്റൊരു വ്യക്തിയിൽ, ആ ഒരു വിശ്വാസിയിൽ ക്രിസ്തു ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്ക് തരുന്നതും ദൈവഭയമാണ്. ദൈവഭയമുള്ള വ്യക്തിക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാനും റെസ്പെക്റ്റ് ചെയ്യാനും കഴിയും. അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ദാപമാനങ്ങൾ, അങ്ങനെയുള്ള വാക്കുകളും പ്രവൃത്തികളും നമ്മുടെ ഉള്ളിൽ നിന്ന് കടന്നു വരും. നമുക്ക് ദൈവഭയമുള്ളവരാകാം. നമ്മളെടുക്കുന്ന ഓരോ നിലപാടുകളും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളും ദൈവം കേട്ടുകൊണ്ടിരിക്കുന്നു. അതല്ലേ പ്രവാചകൻ പറയുന്നത്? കണ്ണ് തന്നവൻ കാണാതിരിക്കുന്നുണ്ടോ? കേൾവി തന്നവൻ കേൾക്കാതിരിക്കുന്നുണ്ടോ? എൻ്റെ സംസാരവും എൻ്റെ പ്രവൃത്തികളും എൻ്റെ ചിന്തകളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം എൻ്റെ മുൻപിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുവാനായി നമ്മെ സഹായിക്കുന്നതാണ് ഉള്ളിലെ ദൈവഭയം. ഈ ദിനത്തിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്നെ സ്നേഹിക്കുവാനും നിന്നിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുവാനും നിന്നെ ആരാധിക്കുവാനുമുള്ള ദൈവഭയത്തിൻ്റെ ഒരഭിഷേകം ഞങ്ങളിൽ വർഷിക്കണമേ. ഞങ്ങൾ ദൈവഭയത്തിൽ വളരുന്നതോടൊപ്പം ഞങ്ങളുടെ മക്കളെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളെ ദൈവഭയത്തിൽ നിലനിർത്തി വിശുദ്ധിയിലും സ്നേഹത്തിലും ജീവിക്കുവാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന്. കാരുണ്യവാനായ ദൈവമേ, ദൈവഭയമാണല്ലോ ദൈവത്തിൻ്റെ സൗഹൃദത്തിൽ വളർത്തുന്നത്. ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുവാനും ദൈവത്തെ മുഖാമുഖം ദർശിച്ച് ഞങ്ങളുടെ ജീവിതങ്ങൾ സായുജ്യം അടയുവാനും സഹായിക്കുന്നത് ദൈവഭയം തന്നെയാണല്ലോ. ആ ദൈവഭയം ഞങ്ങളുടെ ഉള്ളിൽ നിറച്ച് നന്മ കാണുവാനും നന്മ ചിന്തിക്കുവാനും മറ്റുള്ളവരിൽ നിൻ്റെ മുഖം കണ്ട് കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവഭയം നഷ്ടപ്പെട്ട് പിശാചിൻ്റെ പ്രവൃത്തികൾക്ക് അടിമപ്പെടാതിരിക്കുവാൻ, വചനത്തിൽ നിലകൊള്ളുന്ന ദൈവത്തെ തിരിച്ചറിയുവാൻ, കൂദാശകളിൽ വസിക്കുന്ന ദൈവത്തെ തിരിച്ചറിയുവാൻ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസികളിലും കുടികൊള്ളുന്ന ക്രിസ്തുവിനെ തിരിച്ചറിയുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.